ഹായ് വെൽക്കം ബാക്ക്. യൂട്യൂബ് വീഡിയോയും യൂട്യൂബ് ഷോർട്സും ഒക്കെ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ നന്നായിട്ടുണ്ടല്ലോ. ഞാൻ തന്നെ നമ്മുടെ ഡിഞ്ചു ഡേവിസിൻ്റെ യൂട്യൂബ് വീഡിയോയും ഷോർട്സും കണ്ടപ്പോഴാണ് ഗാർഡനിങ് എന്നുള്ളൊരു പരിപാടി തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചത്. തുടങ്ങുകയും ചെയ്തു. പക്ഷേ തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയൊന്നും അല്ല ഈ ഗാർഡനിങ് എന്ന് പറഞ്ഞു. അതുപോലെ ഇതാണ് നമ്മുടെ പീസ് ലില്ലി. ഇത് ഞാൻ നേരത്തെ കാണിച്ചൊരു പ്ലാന്റാണ്. അന്ന് പറഞ്ഞ ലൂക്കോഫൈലം ഫ്രൂട്ടൻസ് എന്നൊക്കെ വെച്ചാണ് ഞാൻ കാച്ചത്. ഗൂഗിളിൽ കണ്ട് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചു. യഥാർത്ഥ പേര് ടെക്സാസ് സേജ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേരെന്ന് പറയുന്നത്. ഇതിനകത്ത് ഇഷ്ടം പോലെ പൂക്കൾ പിടിക്കും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പൊക്കെ അതായത് മഴയുള്ള സമയത്തൊക്കെ ഒരു ദിവസം ഒഴിക്കും, ഒരു ദിവസം സ്കിപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ചൂടിന് ഞാൻ 2 നേരം ഒഴിച്ചു പോകുന്നതാണ്. കാരണം പ്ലാന്റിൻ്റെ അവസ്ഥ അതുപോലെ മോശം ആവരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതുപോലെ കെട്ടിത്തൂക്കി ഇട്ടപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മുടെ എരിക്ക് മരമാണ് കേട്ടോ. അതുപോലെ ഈ സംഭവം ഉണ്ടല്ലോ, ടർട്ടിൽ വൈൻ, അതും ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഇതുപോലെ പിടിപ്പിച്ചെടുക്കാനും ഒക്കെ ഈസിയാണ്. ഇത് നേരത്തെ കാണിച്ച തത്തമ്മ ചെടിയുടെ ഒരു ലൈറ്റ് ഗ്രീൻ വെറൈറ്റിയാണ്. ഇത് ബുഷായിട്ടൊക്കെ വളർന്നു നിൽക്കുന്നതാണ്, നല്ല രസമാണ്. നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ നടാം. ഇന്ന് കട്ട് ചെയ്ത് നട്ടതാണിത്. ഇത് നമ്മുടെ റോസിഡ എന്ന് പറയും. ഫസ്റ്റ് ലവ് എന്നാണ് വേറൊരു പേര്. ഈ ഒരു പ്ലാന്റ് 80 രൂപയ്ക്ക് ഞാൻ മീൻ മേടിക്കാൻ പോയപ്പോൾ അവിടുത്തെ കമ്പോളത്തിൽ നിന്ന് മേടിച്ചതാണ്. നല്ല രസമുണ്ട്. അപ്പോൾ അന്ന് അവർ പറഞ്ഞ റോസ് ഡേ എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ റോസാപ്പൂ പോലെയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന പൂവാണെന്നാണ്. പിന്നെ ഇവിടെ വന്ന് ഗൂഗിളിൽ ഒന്ന് റോസ് ഡേ എന്നൊക്കെ അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറേ റോസാപ്പൂവിൻ്റെ പടം മാത്രമാണ് വന്നത്. ഈ പ്ലാന്റിനെ കുറിച്ചൊരു ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയില്ല. പിന്നീട് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ പേര് റോസിഡ എന്ന് മനസ്സിലായത്. എൻ്റെ പൂക്കൾ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ സങ്കടമായിപ്പോയി കേട്ടോ. റോസാപ്പൂ മോഹിച്ച എനിക്ക് അപ്പൂപ്പൻ താടി പോലത്തെ പൂവാണല്ലോ, എന്നാലും കുഴപ്പമില്ല, നിൽക്കട്ടെ, സാരമില്ല. നമുക്ക് 80 രൂപയ്ക്കൊക്കെ ഇത്രയൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ പോരെ. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ എരിക്കിൻ്റെ മണ്ടയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഇതാണ് എന്നെ ഹാപ്പിയാക്കിയ വേറൊരു കാര്യം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.